നമസ്കാരം. CPMന്റെ നിലപാടിലെ വൈരുദ്ധ്യം വീണ്ടും ചർച്ചയാകുന്നു. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ സമാന്തര ഘോഷയാത്ര നടത്തി. ഇപ്പോൾ കർക്കിടകവാവിൽ പന്നിയിറച്ചി ചലഞ്ച്. വിശ്വാസികൾക്ക് എതിരല്ലെന്ന നിലപാട് CPM പരസ്യമായി ആവർത്തിക്കുമ്പോഴും പാർട്ടിയുമായി ബന്ധപ്പെട്ട സംഘടനകൾ നടത്തുന്ന പരിപാടികളിൽ പ്രകടമാകുന്ന വൈരുദ്ധ്യം വീണ്ടും ചർച്ചയാകുന്നു. കണ്ണൂരിലാണ് ഇത്തവണ കർക്കിടകവാവ് ദിനത്തിലെ രണ്ട് വ്യത്യസ്ത പരിപാടികൾ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് കർക്കിടകവാവ് ദിനത്തിൽ പിതൃതർപ്പണത്തിനായി പയ്യാമ്പലത്തെത്തുന്ന വിശ്വാസികൾക്ക് സഹായഹസ്തവുമായി CPMന്റെ സാന്ത്വന പരിചരണ വിഭാഗമായ IRPC രംഗത്തുണ്ട്. മറുഭാഗത്ത് CPM നിയന്ത്രണത്തിലുള്ളതായി പറയപ്പെടുന്ന പടിയൂർ കരവൂർ AKG വായനശാല ആൻഡ് ഗ്രന്ഥാലയം ഇതേ ദിവസം പന്നിയിറച്ചി ചലഞ്ചുമായി മുന്നോട്ട് വന്നതാണ് വിവാദത്തിന് ഇടയാക്കിയത്. പയ്യാമ്പലത്ത് പിതൃതർപ്പണത്തിനായി എത്തുന്നവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനാണ് IRPC പ്രവർത്തിക്കുന്നത്. ലഘുഭക്ഷണം, കുടിവെള്ളം, വൈദ്യസഹായം, ആംബുലൻസ് സേവനം തുടങ്ങിയ സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കർക്കിടകവാവ് ദിനത്തിൽ പിതൃസ്മരണയ്ക്കായി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പയ്യാമ്പലത്തെത്തുന്ന വലിയൊരു വിഭാഗം ആളുകൾക്ക് ഇത്തരം സേവനങ്ങൾ ആശ്വാസമാകുന്നുണ്ട്. വിശ്വാസികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ CPMന്റെ സമീപനം മാറി വരുന്നുവെന്ന ചർച്ചകൾക്കിടയിലാണ് IRPCയുടെ ഇത്തരം ഇടപെടലുകളും ശ്രദ്ധ നേടുന്നത്. പാർട്ടി വിശ്വാസികൾക്ക് എതിരല്ലെന്നും മതവിശ്വാസം വ്യക്തിയുടെ സ്വകാര്യ വിഷയമാണെന്നുമുള്ള നിലപാട് CPM നേതാക്കൾ പല ഘട്ടങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഇതിന് തികച്ചും വ്യത്യസ്തമായ ഒരു പരിപാടിയാണ് പടിയൂരിൽ നടക്കുന്നത്. പടിയൂർ കരവൂർ AKG വായനശാല ആൻഡ് ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് പന്നിയിറച്ചി ചലഞ്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 1 കിലോ പന്നിയിറച്ചി 370 രൂപയ്ക്ക് നൽകുന്നതാണ് പദ്ധതി എന്നാണ് അറിയിപ്പ്. ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായാണ് പന്നിയിറച്ചി ചലഞ്ച് സംഘടിപ്പിക്കുന്നത് എന്നാണ് സംഘാടകരുടെ വിശദീകരണം. എന്നാൽ പരിപാടി നടക്കുന്നത് കർക്കിടകവാവ് ദിനത്തിലാണെന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചയ്ക്ക് കാരണം. കർക്കിടകവാവ് കേരളത്തിലെ ഹിന്ദു വിശ്വാസികൾക്ക് ഏറെ പ്രധാനപ്പെട്ട ദിവസമാണ്. പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തുന്നതിനും പിതൃസ്മരണ പുതുക്കുന്നതിനുമായി ആയിരക്കണക്കിന് ആളുകളാണ് ഈ ദിവസം വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ കടൽ തീരങ്ങളിലും എത്തുന്നത്. കണ്ണൂരിലെ പയ്യാമ്പലവും കർക്കിടകവാവ് ദിനത്തിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. പുലർച്ചെ മുതൽ തന്നെ ഇവിടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കുടുംബാംഗങ്ങളുടെ കർമ്മങ്ങൾ പുതുക്കിയും ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചുമാണ് വിശ്വാസികൾ ബലിതർപ്പണം നടത്തുന്നത്. ഇത്തരമൊരു വിശ്വാസപരമായ പശ്ചാത്തലമുള്ള ദിവസം തന്നെ പന്നിയിറച്ചി ചലഞ്ച് സംഘടിപ്പിച്ചതാണ് വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നത്. പന്നിയിറച്ചിയും കർക്കിടകവാവ് ആചാരങ്ങളും തമ്മിൽ നേരിട്ട് ബന്ധമൊന്നുമില്ലെങ്കിലും വിശ്വാസികൾ വളരെ പ്രാധാന്യത്തോടെ കാണുന്ന ഒരു ദിവസത്തെ പരിപാടിക്ക് ഇത്തരമൊരു പേര് നൽകിയത് എന്തിനാണെന്ന ചർച്ചയാണ് ഉയരുന്നത്. മുൻ വർഷങ്ങളിൽ ഓണാഘോഷങ്ങളുടെ ഭാഗമായി പൂക്കള മത്സരം പോലുള്ള പരിപാടികൾ നടത്തിയിരുന്നുവെന്നും ഇത്തവണ അതിന് പകരമായാണ് പന്നിയിറച്ചി ചലഞ്ച് സംഘടിപ്പിക്കുന്നതെന്നും സംഘാടകർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ പരിപാടിയുടെ സമയക്രമവും രീതിയും തന്നെയാണ് വിമർശനങ്ങൾക്ക് വഴിയൊരുക്കുന്നത് എന്നാണ് ഉയരുന്ന ആക്ഷേപം. ഒരു ആഘോഷ പരിപാടി എന്ന നിലയിൽ മാത്രം ഇതിനെ കാണേണ്ടതാണോ, അതോ കർക്കിടകവാവ് ദിനം തന്നെ തിരഞ്ഞെടുത്തതിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയമായ സാമൂഹികവുമായ ആവശ്യമുണ്ടോ എന്നതിലാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. CPM വിശ്വാസികൾക്ക് എതിരല്ലെന്ന നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിയുമായി അടുത്തു നിൽക്കുന്ന സംഘടനകൾ നടത്തുന്ന ഇത്തരം പരിപാടികൾ സ്വാഭാവികമായും രാഷ്ട്രീയ നിരീക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുന്നതാണ്. പയ്യാമ്പലത്ത് വിശ്വാസികൾക്ക് സഹായം നൽകുന്ന IRPCയും പടിയൂരിൽ കർക്കിടകവാവ് ദിനത്തിൽ പന്നിയിറച്ചി ചലഞ്ച് നടത്തുന്ന സംഘടനയും ഒരേ രാഷ്ട്രീയ പക്ഷവുമായി ബന്ധപ്പെട്ടവരാണെന്നതാണ് പ്രധാന വൈരുദ്ധ്യമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒരു ഭാഗത്ത് വിശ്വാസികളുടെ ആചാരങ്ങളെ അംഗീകരിക്കുകയും അവരുടെ ആവശ്യങ്ങൾക്കായി സേവനമൊരുക്കുകയും ചെയ്യുന്നു. മറുഭാഗത്ത് വിശ്വാസപരമായി പ്രധാനപ്പെട്ട ഒരു ദിവസത്തിൽ അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഭക്ഷണ വിതരണ പരിപാടി സംഘടിപ്പിക്കുന്നു. ഈ രണ്ട് സമീപനങ്ങളും ഒരേ സമയം മുന്നോട്ട് പോകുന്നതാണ് ഇപ്പോഴത്തെ ചർച്ചയുടെ പ്രധാന കാരണം. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി CPM വിശ്വാസികളോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്തിയെന്ന വിലയിരുത്തലുകളും രാഷ്ട്രീയ രംഗത്തുണ്ട്. പ്രത്യേകിച്ച് കണ്ണൂരിൽ ഈ മാറ്റം കൂടുതൽ വ്യക്തമായ പ്രകടനമായിരുന്നു. നേരത്തെ P. ജയരാജൻ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്ത് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ സമാന്തരമായി ഘോഷയാത്രകൾ സംഘടിപ്പിച്ചത് വലിയ രാഷ്ട്രീയ ചർച്ചയായിരുന്നു. BJPയും RSSും ഉൾപ്പെടെയുള്ള സംഘടനകൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരുന്ന സാഹചര്യത്തിൽ അതിന് സമാന്തരമായി CPM നേതൃത്വത്തിൽ പരിപാടികൾ നടക്കുകയായിരുന്നു അന്ന്.
വിശ്വാസികൾക്കിടയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനും പാർട്ടി മതവിശ്വാസങ്ങൾക്ക് എതിരല്ലെന്ന് വ്യക്തമാക്കാനുമുള്ള രാഷ്ട്രീയ നീക്കമായാണ് അന്നത്തെ പരിപാടികളെ പലരും വിലയിരുത്തിയത്. എന്നാൽ പിന്നീട് ഇത്തരം സമാന്തര ശ്രീകൃഷ്ണ ജയന്തി പരിപാടികൾ CPM ഉപേക്ഷിച്ചു. അതോടെ തന്നെ പാർട്ടിയുടെ വിശ്വാസികളോടുള്ള സമീപനം സംബന്ധിച്ച ചർച്ചകളും പല ഘട്ടങ്ങളിലായി ഉയർന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ കർക്കിടകവാവ് ദിനത്തിലെ പന്നിയിറച്ചി ചലഞ്ച് പുതിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നത്. പാർട്ടി വിശ്വാസികൾക്ക് എതിരല്ലെന്ന് പറയുമ്പോഴും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ പരിപാടികളിൽ ചിലപ്പോൾ അതിന് വിരുദ്ധമായ സന്ദേശം പുറത്തുവരുന്നു എന്നതാണ് ആരോപണം. അതേസമയം പന്നിയിറച്ചി ചലഞ്ച് ഒരു രാഷ്ട്രീയ പരിപാടിയല്ലെന്നും ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള സാധാരണ ഭക്ഷണ വിതരണ പരിപാടിയാണെന്നും സംഘാടകർ വാദിക്കുന്നുണ്ട്. എന്നാൽ കർക്കിടകവാവ് ദിനം തന്നെ പരിപാടിക്കായി തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണെന്നതിലാണ് പ്രധാനമായും ചർച്ച ഉയരുന്നത്. ഒരു പരിപാടിയുടെ ഉദ്ദേശം മാത്രം നോക്കിയല്ല, അതിൻ്റെ സമയവും സാഹചര്യവും കൂടി പരിഗണിച്ചാണ് പൊതുസമൂഹം അതിനെ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിൽ ഇത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ രാഷ്ട്രീയവും സാമൂഹികവുമായ അർത്ഥങ്ങൾ ലഭിക്കാറുണ്ട്. കണ്ണൂരിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ വിഷയത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നതും അതുകൊണ്ടാണ്. വിശ്വാസികളുമായി അടുക്കാനുള്ള ശ്രമങ്ങൾ CPM നടത്തുന്നുവെന്ന ആരോപണങ്ങളും അതിന് മറുവശത്ത് പാർട്ടിയുമായി ബന്ധപ്പെട്ട സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായ സന്ദേശങ്ങൾ പുറത്തുവരുന്നുവെന്ന വിമർശനങ്ങളും ഒരേ സമയം ഉയരുകയാണ്. ഇതാദ്യമായല്ല പന്നിയിറച്ചി ചലഞ്ച് CPMനെയും അനുബന്ധ സംഘടനകളെയും ചർച്ചകളിലേക്ക് കൊണ്ടുവരുന്നത്. വയനാട് ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി DYFI നടത്തിയ പന്നിയിറച്ചി ചലഞ്ചും നേരത്തെ വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി പണം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു അന്നത്തെ പരിപാടി. എന്നാൽ പന്നിയിറച്ചി ചലഞ്ച് എന്ന രീതിയിലുള്ള ധനസമാഹരണ പരിപാടിക്കെതിരെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിമർശനങ്ങൾ ഉയർന്നു. പരിപാടിയുടെ ആശയവും അവതരണ രീതിയും രാഷ്ട്രീയ വിവാദമായി മാറുകയും ചെയ്തു. ഇപ്പോൾ അതിന് പിന്നാലെയാണ് കർക്കിടകവാവ് ദിനത്തിലെ പന്നിയിറച്ചി ചലഞ്ചും ചർച്ചയാകുന്നത്. ഇത് CPMന്റെ രാഷ്ട്രീയ നിലപാടിലെ ആശയക്കുഴപ്പമാണോ അതോ പ്രാദേശിക തലത്തിൽ നടക്കുന്ന രണ്ട് വ്യത്യസ്ത പരിപാടികളെ അനാവശ്യമായി രാഷ്ട്രീയവൽക്കരിക്കുകയാണോ എന്നതും ചർച്ച ചെയ്യപ്പെടുന്നു. എന്നാൽ വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊരു കാര്യമാണ്. പാർട്ടി നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടും താഴെത്തട്ടിലുള്ള സംഘടനകൾ നടത്തുന്ന പ്രവർത്തനങ്ങളും തമ്മിൽ ഏകോപനം വേണമെന്നാണ് അവരുടെ അഭിപ്രായം. വിശ്വാസികളുടെ വികാരങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ ഓരോ പരിപാടികളും ആസൂത്രണം ചെയ്യേണ്ടതെന്നും പ്രത്യേകിച്ച് കേരളം പോലുള്ള വൈവിധ്യമാർന്ന സാമൂഹിക സാഹചര്യത്തിൽ പരിപാടികളുടെ സമയവും പശ്ചാത്തലവും പ്രധാനമാണെന്നും വിമർശകർ പറയുന്നു. കർക്കിടകവാവ് ദിനത്തിൽ ബലിതർപ്പണത്തിനായി എത്തുന്ന വിശ്വാസികൾക്ക് സഹായം നൽകുന്നത് ഒരു ഭാഗത്ത് നല്ല സന്ദേശമായി അവതരിപ്പിക്കുമ്പോൾ അതേ ദിവസം തന്നെ പന്നിയിറച്ചി ചലഞ്ച് നടത്തുന്നത് മറുവശത്ത് മറ്റൊരു സന്ദേശം നൽകുന്നുവെന്നാണ് ഉയരുന്ന ആക്ഷേപം. ഇതോടെ വിശ്വാസി സമൂഹത്തെ സമീപിക്കുന്നതിൽ CPMന് വ്യക്തമായ ഒരു രാഷ്ട്രീയ നിലപാടുണ്ടോ എന്ന ചോദ്യം വീണ്ടും ഉയരുകയാണ്. കണ്ണൂരിലെ CPMന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ വിശ്വാസവും രാഷ്ട്രീയവും തമ്മിലുള്ള ഈ ബന്ധം പുതിയ കാര്യമല്ല. ഒരു ഘട്ടത്തിൽ മതവിശ്വാസങ്ങളിൽ നിന്ന് അകലം പാലിക്കുന്ന രാഷ്ട്രീയ സമീപനം ശക്തമായിരുന്നെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ വിശ്വാസി സമൂഹത്തോട് കൂടുതൽ അടുക്കാനുള്ള ശ്രമവും പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷയാത്രകൾ മുതൽ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിലെ പാർട്ടി നിലപാടുകൾ വരെ ഇതിന് ഉദാഹരണമായിരുന്നു.